നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മായ ഇവനെ കൊണ്ട് ഉള്ളം കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചോന്നേ സംശയമുള്ളൂ. ബാക്കിയെല്ലാം ജയിച്ചു. എന്താ മോനെ, സുഖമല്ലേ നിനക്ക്? ആ അതേലോ. അല്ല, ഇതെന്താ നമ്മുടെ ചെറിയമ്മ താറാമിട്ട പുഴുങ്ങിയ പോലെ നിൽക്കണത്? അല്ല, എവിടെയായിരുന്നു രണ്ടുപേരും കൂടി ഒരു ട്രിപ്പൊക്കെ? അബി, നീ ചെന്ന് സിദ്ധു ആണെന്നോ നോക്കി. എന്നേക്കാൾ മുൻപ് ഒരാൾ വിളിക്കാൻ ചെന്നിട്ടുണ്ട്. ആ ദേ വന്നല്ലോ. എന്താടാ നീ ചെറിയച്ഛനും ചെറിയമ്മ മറന്നുപോയോ? ഇല്ല, പക്ഷെ പിണക്കത്തില. ഓ, അവിടെ ഉണ്ടായിട്ട് ഒന്നും പറയാണ്ട് മുങ്ങിതല്ലേ രണ്ടുപേരും കൂടി? അല്ല മോനെ, നേർച്ച. എടാ, ചിത്രം സിനിമയിലെ പോലെ നിന്റെ അസുഖം മാറ്റാൻ മായ ഇവനെ കൊണ്ട് ഉള്ളം കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചോന്നേ സംശയമുള്ളൂ. ബാക്കിയെല്ലാം ജയിച്ചു. എന്താ മോനെ, സുഖമല്ലേ നിനക്ക്? ആ അതേലോ. അല്ല, ഇതെന്താ നമ്മുടെ ചെറിയമ്മ താറാമിട്ട പുഴുങ്ങിയ പോലെ നിൽക്കണത്? ഒന്നുമില്ല മോനെ, നിന്നെ ഇങ്ങനൊന്ന് കാണാൻ എവിടെയെല്ലാം നേർച്ച നോറ്റെന്നറിയോ? സന്തോഷായി. മഹിയേട്ടൻ ഇപ്പൊ കളിയാക്കിയില്ലേ, കർപ്പൂരം കയ്യിലൊക്കെ വെച്ച് കത്തിച്ചൂന്ന്. നീ ഇതാ കുഞ്ഞമ്മയുടെ കയ്യിലോട്ട് നോക്കി. എന്തിനാണ് ചെറിയമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്? അല്ല, നീ ആ ചലറിങ്ങത്തെ കെട്ടിക്കൊടുക്കട്ടെ. ഏയ് അച്ഛാ, ഇതൊക്കെ കെട്ടിയാണോ ആരെങ്കിലും കമ്പനിയിലോട്ട് പോകുന്നേ? ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും കെട്ടും. നീ അതങ്ങോട്ട് കെട്ടിക്കൊടുത്തേ. ഇതൊന്നും അന്ധവിശ്വാസവും അനാചാരവും ഒന്നും അല്ല. എന്താ കുട്ടാ, നിനക്ക് നാണക്കേടുണ്ടോ? അത് ഇവിടെ തന്നേക്ക്. ഞാനേ പുറത്ത് ആരും കാണാത്ത സ്ഥലത്ത് അങ്ങോട്ട് കെട്ടിയേക്കാം. അത് ബ്രില്യൻസ്. കെട്ടിയൊന്നുമായി ആരും കാണുകയില്ല. എന്റെ ഏട്ടൻ പൊളിയാ. നിന്റെ ഒരു പൊളി. ഹരി, നീ വന്ന കാലം നിൽക്കാതെ ഈ ബാഗ് കൊടുത്ത് അകത്തേക്ക് പോ. വാമേ. മായേ, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനൊന്നും ഓർമ്മയില്ലെന്ന്. നമ്മൾ രക്ഷപ്പെട്ടറി. ഉറപ്പിക്കാൻ വരട്ടെ, അവനത് കാണിക്കാത്തതാണെങ്കിലോ? അങ്ങനെ ആയിരിക്കോ? ചിലപ്പോ അങ്ങനെ ആകാനും വഴിയുണ്ട്. ആദ്യം കണ്ടപ്പോ നമ്മളെ അവൻ കണ്ട ഭാവം നടിച്ചില്ല. അത് നീ ശ്രദ്ധിച്ചോ? ഞാനപ്പോ സകല ദൈവങ്ങളെയും വിളിച്ചു നിന്നുകൊണ്ട് ഞാനൊന്നും കണ്ടില്ല. ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്, അവനെല്ലാം മനസ്സിൽ വെച്ച് മനഃപൂർവ്വം അടുപ്പം കാണിക്കുകയാണെന്ന്. അല്ല, എനിക്കും ആ സംശയമുണ്ട്. പക്ഷെ അന്ന് സംഭവിച്ചതൊക്കെ അവൻ ഓർമ്മയുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കാതിരിക്കുവോ? ഇനി നീ പറയുന്നത് പോലെ അത് മനഃപൂർവ്വമാണെങ്കിൽ അവന്റെ പെരുമാറ്റത്തിൽ ഇത് കാണണ്ടേ? ഇപ്പൊ അവനൊന്നും ഓർമ്മയില്ലെന്ന് വെച്ചാലും പതുക്കെ പതുക്കെ അവന്റെ ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിനി നമ്മൾ എന്ത് ചെയ്യാനാ? അന്ന് മരുന്ന് മാറിക്കൊടുത്തതേ ആ നശിച്ച വൈദ്യര് കണ്ടുപിടിക്കുകയും ചെയ്തു. നമ്മളെ ആരും സംശയിക്കാത്തത് കൊണ്ടാ തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടത്. സംശയമില്ലെന്നൊക്കെ തീർത്തു പറയാൻ വരട്ടെ. ഏട്ടത്തി ഇപ്പൊ അവന്റെ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ തനിയാ നോക്കുന്നേ. അവന്റെ അസുഖം ഭേദമായല്ലോ, ഇനി മരുന്നൊന്നും കൊടുക്കണ്ടെന്ന് ചോദിച്ചപ്പോഴേ മരുന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും വിട്ടുപറയുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അതിനൊക്കെ ഒരു മാർഗമുണ്ട്. ആ കണ്ണൻ അവിടെ അടുക്കളയിലാണോ? അല്ല, ഏട്ടത്തി സിദ്ധുവിന്റെ മുറിയൊക്കെ കഴുകി തുടക്കണമെന്ന് പറഞ്ഞേ അവനെ മുറിയിലോട്ട് പറഞ്ഞു വിട്ടേക്കോ. എന്നിട്ട് ഏട്ടത്തി ഇവിടെ? അവരൊക്കെ മുറിയിലുണ്ട്. സിദ്ധുവിനെ വീണ്ടും കമ്പനിയിലേക്കും സ്കൂളിലേക്കും ഒക്കെ പറഞ്ഞുവിടാനുള്ള പരിപാടി ആസൂത്രണം ചെയ്യുക.
അഭി നമ്മുടെ മോനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ എപ്പോഴും അവരുടെ കൂടെ തന്നെയാ. സിദ്ധുവിന്റെ അടുത്തൊന്നും മാറുന്നു പോലുമില്ല. ഇത് തന്നെയാണ് പറ്റിയ അവസരം. നീ ആ ഉടൻകൊല്ലി വൈദ്യന്റെ ഒറ്റമുല്ലിങ് എടുത്തോണ്ടാ. മരുന്ന് ഭക്ഷണത്തിന് വല്ലതും കലക്കി കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതെങ്ങനെയാ? ഏട്ടത്തിയല്ലേ അവൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നേ. ഓ, നീ പോയി ഒന്ന് എടുത്തോണ്ട് വാ. എടാ കണപ്പാ, നീങ്ങ വാ. എന്നെ കണ്ണപ്പാന്ന് വിളിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? സിദ്ധു കുഞ്ഞ് മാത്രം എന്നെ അങ്ങനെ വിളിക്കുന്നത്. നിങ്ങളൊക്കെ എന്നെ കണ്ണാന്ന് തന്നെ വിളിച്ചോ. എടാ നിന്റെ മൊബൈലിൽ പൊട്ടിപ്പോയിട്ട് അത് ശരിയാക്കിയോ? ഓ, അതിന് ശരിയാവുന്ന ലക്ഷണമൊന്നുമില്ല. പുതിയ ഒന്ന് വാങ്ങണം. സിദ്ധു കുഞ്ഞിനെ മണിയടിച്ചാലേ രക്ഷയുള്ളൂ. എടാ അതൊന്നും വേണ്ടടാ, നിനക്ക് ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിച്ചു തരാം. ആണോ? ആ പടവും പാട്ടും ഒക്കെ കാണാനുള്ള സൈസ് വേണം. ഫോട്ടോ എടുക്കണം. അത്യാവശ്യം എല്ലാം വേണം. എടാ ഒക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന്. മയേ നീ കേട്ടോ, നമ്മുടെ കണ്ണപ്പനെ മൊബൈലിൽ എല്ലാം വേണമെന്ന്. ഫോൺ വാങ്ങിച്ചു കൊടുക്കാല്ലേ? പിന്നെ അല്ലാതെ. എടാ എല്ലാം ഞാൻ ശരിയാക്കി തരാം. പക്ഷേ ഞാൻ പറയുന്ന പോലെയൊക്കെ നീ ചെയ്യണം. എടാ നിനക്കറിയാവോ സിദ്ധു മോന്റെ അസുഖം മാറ്റിയത് ആരാണെന്ന്? ഞാൻ കൊടുത്ത മരുന്ന് അവന്റെ അസുഖം മാറ്റിയത്. പക്ഷെ ഇപ്പൊ അവനത് കഴിക്കുന്നില്ല. പണ്ട് പിള്ളേരുടെ സ്വഭാവമായിരുന്നോണ്ട് പറഞ്ഞ അനുസരിക്കുമായിരുന്നു. ഇപ്പൊ വലിയ ആളായതുകൊണ്ട് അവൻ പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. ഞാനേ ഈ മരുന്നേ അവന് വല്ല ജ്യൂസിലോ കാപ്പിയിലോ കലർത്തി കൊടുക്കണം. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് പേടിയാ. ഇത് കൊടുത്തിട്ട് കുഞ്ഞിന് വല്ല കുഴപ്പം വന്നാ അവരെല്ലാം കൂടി എന്നെ തല്ലിക്കൊല്ലും. അങ്ങനെ എന്തെങ്കിലും കുഴപ്പം വരുന്ന കാര്യം ഞങ്ങൾ ചെയ്യൂ. അഭിമോനേക്കാൾ ഇഷ്ടം സിദ്ധുവിനോടാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എങ്കിൽ പിന്നെ നിങ്ങൾ കൊടുത്തൂടെ? എടാ നിനക്ക് മൊബൈൽ വേണോ? വില കൂടിയ വലിയ ഒരു ഫോൺ ഞാൻ നിനക്ക് നാളെ വാങ്ങിച്ചു തരും. ആണോ? പക്ഷേ നീ ഇത് ഇന്ന് കൊടുക്കണം. കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ? എന്തെങ്കിലും വന്നാ നിങ്ങൾ എന്ന മരുന്നാണെന്ന് ഞാൻ പറയും. എടാ ഉണ്ടോ? എടാ അവന്റെ അസുഖം മാറാനുള്ള മരുന്നല്ലേ? അതിനിപ്പോ അസുഖമൊന്നും ഇല്ലല്ലോ. ഞാൻ ആ മുറി ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോ എന്നോട് പഴയതുപോലെ സംസാരിച്ചത്. എടാ അതൊക്കെ ശരിയാ. 1-2 ദിവസത്തേക്ക് ഇങ്ങനെ സുഖപ്പെട്ടാ മതിയോ? എടാ ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെയും പഴയപടിയാകും. നീ ഇതങ്ങോട്ട് പിടിച്ചേ. ആരും കാണരുത്. രഹസ്യമായിട്ട് വേണം മരുന്ന് കലക്കാൻ. ജ്യൂസിലോ മറ്റോ ചേർത്താ മതി, കേട്ടല്ലോ? അപ്പൊ മൊബൈല്? എടാ അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, നീ ചെല്ല്. ഇവനിത് കൊളവാക്കുവോ? ആ പാവത്തിനെ പറഞ്ഞ് പറ്റിക്കാതിരുന്നാ മതി. ഒരു മൊബൈൽ അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കണം. ഞാൻ ഏറ്റൊന്ന് പറഞ്ഞില്ലേ? കഴിക്കടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.